ഹായ് ഗൈസ്, ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തിയറി ഇതിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് വരുന്നു. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി കഴിഞ്ഞ പാർട്ടിൽ എൻട്രി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ചർച്ച ചെയ്തു. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി വാസ് ഡെവലപ്ഡ് മെയിൻലി എഫ് ഡബ്ല്യു ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഡെവലപ്പ് ചെയ്തത്. മാനേജ്മെന്റ് തിയറി ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി ഫയോൾ ആണെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എഫ്.ഡബ്ല്യു. ടൈലർ ആണ്. ടൈലർ ഇസ് നോൺ ആസ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അല്ലേ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആണ് എഫ്.ഡബ്ല്യു. ടൈലർ. മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് പറയുന്നത് ഫയോൾ ആണെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എഫ്.ഡബ്ല്യു. ടൈലർ ആണ്. സോ എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സയന്റിഫിക് മാനേജ്മെന്റ് മീൻസ് അപ്ലൈയിങ് സയന്റിഫിക് മെത്തേഡ് ഇൻസ്റ്റെഡ് ഓഫ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ മെത്തേഡ് ഒഴിവാക്കിയിട്ട് സയന്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സയന്റിഫിക് മാനേജ്മെന്റ്. അപ്പോൾ സയന്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ അതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. പഴയ തമ്പൊക്കെ ഇതാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പഴയ സിസ്റ്റം ഒക്കെ ഒഴിവാക്കിയിട്ട് പുതിയത് സയന്റിഫിക്. പ്രിൻസിപ്പിൾസ് ഓഫ് ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ്. എന്തെല്ലാം പ്രിൻസിപ്പിൾസ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്? ടൈലർ പറഞ്ഞ അല്ലെങ്കിൽ ടൈലറുടെ കോൺട്രിബ്യൂഷനിൽ ഒന്ന് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. ടൈലർ പറയുന്നതാണ് ഒന്ന് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. ഓക്കെ, പ്ലാനിങ്ങും ഡൂയിങ്ങും സെപ്പറേറ്റ് ആണ്. ടൈലർ എംഫസൈസ്ഡ് ദാറ്റ് പ്ലാനിങ് ഷുഡ് ബി ലെഫ്റ്റ് ടു സൂപ്പർവൈസർ ആൻഡ് വർക്കർ ഷുഡ് ബി ഗിവ് എംഫസിസ് ഓൺലി ഓൺ ഓപ്പറേഷണൽ വർക്കർ. അതാണ് ഈ പ്ലാനിങ് ആൻഡ് സെപ്പറേഷൻ അല്ലെ പ്ലാനിങ് ആൻഡ് ഡൂയിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവരാണ് പ്ലാനിങ് സൂപ്പർവിഷൻ ഒക്കെ ചെയ്യേണ്ടത് അവരാണ്. വർക്കേഴ്സ് എന്ന് പറയുന്നത് ഷുഡ് ബി എക്സിക്യൂഷൻ ഓഫ് ദി പ്ലാൻഡ് വർക്ക്. മാനേജ്മെന്റ് പ്ലാൻ ചെയ്ത വർക്കുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ വർക്കേഴ്സിന്റെ ഡ്യൂട്ടി. അതാണ് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. പ്ലാനിങ് ചെയ്യുന്ന ഒരാൾക്കാരും അത് ആ ഒരു പ്ലാൻ ചെയ്ത കാര്യം നടപ്പിലാക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വർക്കേഴ്സും ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്. ടൈലർ സജസ്റ്റഡ് സ്പെഷ്യലൈസ്ഡ് സൂപ്പർവൈസർ ഇൻസ്റ്റെഡ് ഓഫ് വൺ ജനറൽ ഫോർമാൻ. ഒരു ജനറൽ ഫോർമാന് പകരമായിട്ട് ഓരോ സ്പെഷ്യലൈസ്ഡ് സൂപ്പർവൈസർ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനും എന്നുള്ളതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഓരോ ഫങ്ഷൻ ചെയ്യാനും എല്ലാത്തിനും കൂടി ഒറ്റ ജനറൽ ഫോർമാനെ ഉള്ളതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, ടൈലർ പറയാം ഓരോ സ്പെഷ്യലൈസർ ആയിട്ടുള്ള ഓരോ സൂപ്പർവൈസേഴ്സിനെയും നിയമിക്കുക അല്ലെങ്കിൽ അത് സ്ഥാപനത്തിൽ ഉണ്ടാക്കുക, അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ ടൈലർ പറയുന്നത്. F.W. Tyler felt that it was not possible to get in one man the combination of brain, education, technical skill and other quality. എല്ലാ ക്വാളിറ്റിയും കൂടെ ഒറ്റ ഒരു മനുഷ്യർക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് വ്യത്യസ്ത കഴിവുകളുള്ള ആളുകളെ പിടിച്ച് ഓരോരോ ജോലിയിലേക്ക് ഓരോരോ ഫംഗ്ഷൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറയണത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് പ്ലാനിങ് അദ്ദേഹം 8 സ്പെഷ്യലിസ്റ്റിനെ വെക്കണം എന്നാണ് പറയുന്നത്. 8 സ്പെഷ്യലിസ്റ്റിനെ വെക്കണം എന്നുള്ളതാണ് ടൈലർ പറയുന്ന ഒരു കാര്യം അല്ലെ. റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയം, സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, മെയിൻ്റനൻസ് ഫോർമാൻ, ഗാങ് ബോസ്, ഇങ്ങനെ ഓരോരോ സ്പെഷ്യലൈസ്ഡ് ഏരിയകളിലേക്ക് ഓരോരോ ആളുകളെ നിയമിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. റൂട്ട് ക്ലർക്ക് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ്റെ ആ റൂട്ട് എങ്ങനെയൊക്കെ എന്നുള്ളതാണ് ഈ റൂട്ട് ക്ലർക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഏതെല്ലാം എങ്ങനെ വേണ്ട ഇൻസ്ട്രക്ഷൻസ് എംപ്ലോയീസിന് വേണ്ട ഇൻസ്ട്രക്ഷൻ ഒരു കാർഡാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ടൈം ആൻഡ് കോസ്റ്റ് ഇതേപോലെ തന്നെ ടൈം നിയന്ത്രിക്കാൻ അതിനനുസരിച്ച് കോസ്റ്റ് നിയന്ത്രിക്കാനുള്ള സ്പെഷ്യലിസ്റ്റ്. ഡിസിപ്ലിനറിയൻ സ്ഥാപനത്തിൽ അച്ചടക്കം നിയന്ത്രിക്കാനുള്ള ഒരാളാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ. അതൊന്നും ഇതെല്ലാം കൂടെ ഡീറ്റെയിൽ ആയി ചോദിക്കൂല. നമ്മൾ പറയുമ്പോൾ ഫംഗ്ഷൻ ഫോർമാൻഷിപ്പിന്റെ ചെറിയൊരു കാര്യം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. സോ ഒന്ന് സ്പീഡ് ബോസ് ആണ്. സ്പീഡ് ബോസ് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സൂപ്പർവൈസർ. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഇൻസ്പെക്ടറാണ്. മെയിൻ്റനൻസ് ഫോർമാൻ, മറ്റൊന്ന് മെയിൻ്റനൻസ് ഫോർമാൻ അല്ലെങ്കിൽ റിപ്പയർ ഫോർമാൻ, റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു ഫോർമാൻ. ഗാങ് ബോസ് ഉണ്ട് ലാസ്റ്റ് അല്ലേ. ഗാങ് ബോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ അതിലെ ടൂൾസ് മെഷീൻസ് ഒക്കെ എപ്പോഴും ഒരു പ്രവർത്തന സജ്ജമാക്കി വെക്കുക, അതാണ് ഗാങ് ബോസിന്റെ ഒരു ഉദ്ദേശം.
അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ സ്പെഷ്യലിസ്റ്റുകളെ ഈ ഒരു 8 സ്പെഷ്യലിസ്റ്റുകളെ നിയമിക്കുക എന്നുള്ളതാണ് ഫങ്ഷണൽ ഫോമാൻഷിപ്പിൽ പറയണത്. ടൈലറിന്റെ മറ്റൊരു ഓക്കെ, സയന്റിഫിക് വർക്ക് സ്റ്റഡി. സയന്റിഫിക് വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈലർ യൂസ്ഡ് വർക്ക് സ്റ്റഡീസ് ടു ഡിറ്റർമൈൻ ദ ബെസ്റ്റ് വേ ഓഫ് പെർഫോമിങ് എ ജോബ്. ഒരു ജോബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്റ്റഡീസ് ടൈലർ നടത്തുന്നുണ്ട്. ഓക്കെ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഓരോന്ന് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ജോബ്. ഒരു ജോബ് കംപ്ലീറ്റ് ആവാനുള്ള സ്റ്റാൻഡേർഡ് ടൈം എത്രയെന്ന് പഠിക്കുക. അതാണ് ടൈം സ്റ്റഡി ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഇൻവോൾവ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ടൈം മൂവ്മെന്റ് ടേക്സ് ടു കംപ്ലീറ്റ്. ഓക്കെ, സ്റ്റഡി ടു ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൻ ടു ഡു വേരിയസ് ഓപ്പറേഷൻസ് ഓഫ് എ ജോബ്. ഒരു ജോബിന്റെ വ്യത്യസ്ത ഓപ്പറേഷൻസ്, ഇപ്പോൾ ഒരു ജോബിൽ തന്നെ വ്യത്യസ്ത ഓപ്പറേഷൻസ് ഉണ്ടാവും. ആ ഓപ്പറേഷൻസിന് എത്ര സമയം എടുക്കുന്നുണ്ട് എന്നാണ് പഠിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക്മാൻക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മോഷൻ സ്റ്റഡി ഉണ്ട്. മോഷൻ സ്റ്റഡി ഓരോ സ്റ്റഡികളാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. ഇവിടെ സയന്റിഫിക് വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് സയന്റിഫിക്കലി വർക്കിന് സ്റ്റഡി ചെയ്യാണ്. ഇനി മോഷൻ സ്റ്റഡി ഉണ്ട്. മോഷൻ സ്റ്റഡി സ്റ്റഡി ദ മൂവ്മെന്റ് ഇൻവോൾവ്ഡ് ഇൻ ദി പെർഫോമിംഗ് എ ജോബ്. ഒരു ജോബ് ഒരു വർക്കർ ചെയ്യും, സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ആക്ച്വലി മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, there be unnecessary movements are eliminated while doing work. എന്തിനു വേണ്ടിയിട്ടാണ്? അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലതൊക്കെ വെറുതെ കുറെ മൂവ്മെന്റ്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറെ സമയം കളയുന്നുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഷൻ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഫാറ്റിഗ് സ്റ്റഡി ഉണ്ട്. ഫാറ്റിഗ് സ്റ്റഡി ഡിറ്റർമൈൻ ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് റിക്വയർഡ് ബൈ എ വർക്കേഴ്സ്. ഒരു വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ഈ റെസ്റ്റിന്റെ എത്രത്തോളം ടൈം വേണം, റെസ്റ്റ് എടുക്കാത്ത ടൈം വേണം, അതാണ് ഫാറ്റിഗ് സ്റ്റഡി അല്ലെ. ക്ഷീണം എത്ര ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ട റെസ്റ്റും കൊടുക്കണം. എല്ലാ ഓർഗനൈസേഷനിലും കൃത്യമായി ഒരേ ടൈം ആയിരിക്കില്ല റെസ്റ്റ് കൊടുക്കുന്നത്. കാരണം പല രീതിയിലായിരിക്കും പല വർക്കുകൾ. അപ്പോൾ ചില വർക്കിന് കൂടുതൽ റെസ്റ്റ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹെൽപ്പ് റെഡ്യൂസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫാറ്റിഗ്. ഫിസിക്കലി ഒരു മെന്റലി ഉള്ള ആ ക്ഷീണം മാറ്റാൻ കഴിയും. അതിനാണ് ഫാറ്റിഗ് സ്റ്റഡി ഉള്ളത്. Then standardization. Tyler recommended standardization of tools, machines, material, working condition, work method. ഇതൊക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കണം എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാൻഡേർഡൈസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ അത് എല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമ്പോൾ, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. ഈ വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെയും എന്ത് വേണം? ഒരു സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത്. വർക്കർ ഷുഡ് ബി സെലക്ടഡ് സയന്റിഫിക്കലി അക്കോർഡിംഗ് ടു ജോബ് റിക്വയർമെന്റ്സ്. ജോബിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ഈ എംപ്ലോയീസിനെ, വർക്കേഴ്സിനെ സെലക്ട് ചെയ്യാൻ. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ്. അവർക്ക് സയന്റിഫിക്കലി ആയിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും കൊടുക്കണം. ഓക്കെ, വർക്കർ ഷുഡ് ബി സെലക്ടഡ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് റിക്വയർമെന്റ് ഓഫ് ജോബ്. ഓക്കെ, ആഫ്റ്റർ സെലക്ഷൻ ഓഫ് ദി മാനേജ്മെന്റ് ഷുഡ് അസൈൻ ടാസ്ക് ടു ദം. എവറി ജോബ് മസ്റ്റ് ബി ഗിവൻ ടു ദ ബെസ്റ്റ് അവൈലബിൾ മാൻ. ഓക്കെ, എല്ലാ ജോബും അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഏൽപ്പിക്കാൻ പാടുള്ളൂ. കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതായത് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി ഷുഡ് വർക്ക് ടുഗദർ. ഒരുമിച്ച് വർക്ക് ചെയ്യണം. ദർ ഷുഡ് ബി മ്യൂച്വൽ കോപ്പറേഷൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹാർദ്ദപരമായ രീതിയിൽ മുന്നോട്ട് പോകണം. അതാണ് പറയുന്നത്. അതാണ് ഹാർമോണിയൽ റിലേഷൻസിലൂടെ പോകണം. ദെൻ ഡിവിഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെയും വർക്കുകൾ തമ്മിൽ എന്താണ് ഡിവൈഡ് ചെയ്യണം അല്ലെ. ഓരോരുത്തർ എന്ത് ചെയ്യണം, കൃത്യമായി ഡിവൈഡ് ചെയ്യണം. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ ആണ്. വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളാണ്. ദിസ് ഇംപ്രൂവ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എഫിഷ്യൻസി. ഇങ്ങനെ ആകുമ്പോൾ എന്താണ്, ഓരോരുത്തർ മാനേജ്മെന്റ് പ്ലാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് പ്ലാൻ ചെയ്താൽ മതി, വർക്കേഴ്സ് അത് നടപ്പിലാക്കിക്കോളും. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഫിഷ്യൻസി വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്, നമ്മുടെ ടൈലർ പറയുന്നത്. ദെൻ മറ്റൊന്ന് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യണം ഒരു ഓർഗനൈസേഷനിൽ. ടൈലർ ബിലീവ് ദാറ്റ് ദ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻസെൻറ്റീവ് ബിക്കോസ് മാൻ വർക്ക്സ് ഫോർ ഗെറ്റിംഗ് മണി. ക്യാഷ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസെൻറ്റീവ്. അതുകൊണ്ട് എല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വർക്ക് ചെയ്തതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുക, സാലറി കൊടുക്കുക, അല്ലെങ്കിൽ വേജസ് കൊടുക്കുക, റെമ്യൂണറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഉണ്ടല്ലേ, ഹയർ റേറ്റ് ഈസ് പെയ്ഡ് ടു എഫിഷ്യന്റ് വർക്കേഴ്സ് ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് നല്ല റേറ്റ് സാലറി കൊടുക്കുക, നല്ല റെമ്യൂണറേഷൻ കൊടുക്കുക. ലോവർ റേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കുറച്ച് കൊടുക്കുക.
ഓക്കെ, അതാണ് റിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. വ്യത്യസ്ത റേറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള സാലറി കൊടുക്കുക, വേജസ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അവർ വർക്ക് ചെയ്യും. അപ്പോൾ ഈ വർക്ക് ചെയ്യാത്തവർക്ക് ലോവർ റേറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ലോവർ റേറ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് അവർ കൂടുതൽ വർക്ക് ചെയ്യാൻ അവർ പ്രേരിതമാവും. കണ്ടില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആണ് മെന്റൽ റെവല്യൂഷൻ. മെന്റൽ റെവല്യൂഷൻ മീൻസ് എ കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ബോത്ത് മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. വർക്കേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതാണ് മെന്റൽ റെവല്യൂഷൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, Taylor believed that in order to experiment his ideas of scientific management in organization, there should be complete change in the outlook and attitude of employer and the employees. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ എക്സ്പെരിമെന്റ് നടത്തി അതിനനുസരിച്ചിട്ട് ആ എംപ്ലോയീസിൻ്റെയും എംപ്ലോയറുടെയും ഫുള്ളി അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരുത്തണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ അതാണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കോൺഫ്ലിക്റ്റ്, അവിടെ ഒരു തർക്കത്തിന് പകരം, സസ്പീഷ്യൻസിന് പകരം, സെൽഫ് ഇൻട്രസ്റ്റിന് പകരം, അല്ലെ, സെൽഫ് ഇൻട്രസ്റ്റ് സെൽഫിഷ് ആയ ആളുകളുണ്ട്, അതിനൊക്കെ പകരം ആ മൈൻഡൊക്കെ അവർ മാറ്റണം. ദർ ഷുഡ് ബി, അതിന് പകരം ദർ ഷുഡ് ബി കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഒരു കോപ്പറേഷനും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാകണം. അപ്പോൾ ആദ്യം അടച്ച് മനസ്സിലാക്കുക, അതൊക്കെ ഉണ്ടാവണമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റുക. എംപ്ലോയറും എംപ്ലോയി എല്ലാവരും മാനേജ്മെന്റ് ഒക്കെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും, കോപ്പറേഷനോട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ടൈലർ പറയുന്നത്. ഓക്കെ,